ഹരി ഓം. എല്ലാ പ്രിയമിത്രങ്ങൾക്കും നമസ്കാരം. ഏവർക്കും ശ്രീമദ് ഭഗവത്ഗീത നിത്യസാധനയിലേക്ക് സ്വാഗതം. അറിവ് സംസ്കൃതിയുടെ നിറവ്. ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനപ്രാപ്തി കരഗതമാക്കാനുള്ള കർമ്മയജ്ഞാനുഷ്ഠാനങ്ങളെ വിശദമാക്കിയ ശേഷം യജ്ഞാനുഷ്ഠാന കർമ്മങ്ങളിൽ ശ്രേഷ്ഠമായതിനെയും ഭഗവാൻ പാർത്ഥന് ഉപദേശിക്കുന്നു. ജ്ഞാനകർമ്മസന്യാസ യോഗത്തിലെ 32, 33 എന്നീ ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഏവം ബഹുവിധ യജ്ഞാഃ വിതതാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധിതാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞപരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. കേരളവ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഏവം ബ്രഹ്മമുഖത്തിങ്കൽ ചെയ്യുന്നു പല യജ്ഞവും, ഇതൊക്കെയും കർമ്മജങ്ങൾ ഇതറിഞ്ഞങ്ങു മുക്തനാം. ദ്രവ്യയജ്ഞത്തിലും നല്ലു ജ്ഞാനയജ്ഞം പരന്തപ. പാർത്ഥ മുറ്റും കർമ്മമൊക്കെ ജ്ഞാനത്തിങ്കലടങ്ങുമേ. ഏവം ബഹുവിധാ യജ്ഞാഃ വിതതാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധിതാൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ. ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാത് ജ്ഞാനയജ്ഞപരന്തപ സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ. ഏവം ബ്രഹ്മമുഖത്തിങ്കൽ ചെയ്യുന്നു പല യജ്ഞവും, ഇതൊക്കെയും കർമ്മജങ്ങളിതറിഞ്ഞങ്ങു മുക്തനാം. ദ്രവ്യയജ്ഞത്തിലും നല്ലു ജ്ഞാനയജ്ഞം പരന്തപ. പാർത്ഥാമുറ്റും കർമ്മമൊക്കെ ജ്ഞാനത്തിങ്കലടങ്ങുമേ. ഇപ്രകാരം അനേകം യജ്ഞങ്ങൾ ജ്ഞാനപ്രാപ്തിക്കായി വേദങ്ങളിൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം കർമ്മങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണെന്ന് അറിഞ്ഞാലും ഇതറിഞ്ഞിട്ട് നീ മുക്തി പ്രാപിക്കും. ഹേ ശത്രുനാശക, ദ്രവ്യങ്ങളെ കൊണ്ട് ചെയ്യപ്പെടുന്ന യജ്ഞത്തേക്കാൾ ജ്ഞാനയജ്ഞം ശ്രേഷ്ഠമാണ്. ഹേ പാർത്ഥ, എല്ലാ കർമ്മങ്ങളും പൂർണ്ണമായും ജ്ഞാനത്തിൽ പര്യവസാനിക്കുന്നു. കർമ്മത്തിൽ ഏർപ്പെടണമെങ്കിൽ മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പരസ്പര സഹായമില്ലാതെ നമുക്ക് കഴിയില്ലല്ലോ. ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനത്തെ 2 വിധത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. സ്വാർത്ഥബുദ്ധിയോടെ മനസ്സിൻ്റെ താൽപ്പര്യമനുസരിച്ച് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയി ഏകാഗ്രതയും മനഃശാന്തിയും കുറയ്ക്കുന്നു ആദ്യത്തെ വഴി. മാത്രമല്ല, അനേകം വിഷയങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്നതിനാൽ മനഃശക്തി കുറഞ്ഞു വരികയും സത്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കാതെ എല്ലാ വിഷയങ്ങളിലും ഏർപ്പെടുക എന്നത് മനസ്സിൻ്റെ സ്വഭാവമായി മാറുകയും ചെയ്യും. അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന നമ്മുടെ ശരീരത്തിൽ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ചൈതന്യത്തെ സ്വയം ബോധ്യപ്പെടാൻ നിയന്ത്രണ വിധേയമായ മനസ്സിനാൽ ഇന്ദ്രിയങ്ങളെ കർമ്മത്തിൽ ഏർപ്പെടാൻ അനുവദിക്കുന്നു 2ാമത്തെ വഴി. ഈ വഴിയിൽ തൻ്റെ ജന്മവാസനയ്ക്കനുസരിച്ച് ഇന്ദ്രിയങ്ങളെ കർമ്മത്തിൽ ഏർപ്പെടാൻ അനുവദിക്കുകയും ആ കർമ്മം ലോകത്തിന് ഉപദ്രവമാകാതെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, സത്യത്തെ ബോധ്യപ്പെടണം എന്ന ചിന്തയോടെ നമുക്കാവശ്യമുള്ള വിഷയങ്ങളിൽ മാത്രം
മനോനിയന്ത്രണത്തോടെ ഇന്ദ്രിയങ്ങളെ കർമ്മത്തിൽ ഏർപ്പെടാൻ അനുവദിക്കുമ്പോൾ മനഃശക്തി വർദ്ധിക്കുകയും മനസ്സിനെ ശാന്തമായ അവസ്ഥയിൽ നിലനിർത്താനും നമുക്ക് കഴിയുന്നു. ആദ്യത്തെ വഴിയിൽ സത്യം എന്തെന്ന് തിരിച്ചറിയാൻ മനസ്സിന് താല്പര്യമില്ലാത്തതിനാൽ അജ്ഞാനത്തിലേക്കും രണ്ടാമത്തെ വഴിയിലൂടെ ജ്ഞാനത്തിലേക്കും നമുക്ക് എത്തിച്ചേരാം. അജ്ഞാനം ദുഃഖത്തിലേക്കും അശാന്തിയിലേക്കും നയിക്കുമ്പോൾ ജ്ഞാനം സുഖത്തിലേക്കും ശാന്തിയിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുന്നു. സ്വാർത്ഥബുദ്ധിയിലൂന്നിയുള്ള എല്ലാ കർമ്മങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ദുഃഖത്തിലേക്ക് പതിച്ച് അജ്ഞാനാന്ധകാരത്തിലേക്ക് നയിക്കും എന്നതിനാലാണ് സ്വാർത്ഥതയിൽ നിന്നും നിസ്വാർത്ഥതയിലേക്ക് നയിക്കുന്ന കർമ്മമാർഗങ്ങളെ ഭഗവാൻ പാർത്ഥന് ഉപദേശിച്ചത്. നിസ്വാർത്ഥതയോടെ ലോകാനുഗ്രഹഭാവത്തിൽ സ്വധർമ്മ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ മനസ്സിൻ്റെ വാസനകൾക്കനുസരിച്ചാണ് ഇന്ദ്രിയങ്ങൾ കർമ്മത്തിലേർപ്പെടുന്നതെന്ന് മനസ്സിലാക്കാനും കർമ്മത്തെയല്ല മറിച്ച് കർമ്മവാസനകളെയാണ് ഇല്ലാതാക്കേണ്ടതെന്നും നമ്മൾ തിരിച്ചറിയുന്നു. വിഷയങ്ങളിൽ നിന്നും വിഷയങ്ങളിലേക്കു പായുന്ന ഇന്ദ്രിയ മനോബുദ്ധികളെ നിയന്ത്രിച്ച് കർമ്മമാർഗത്തിലൂടെ തന്നെ വാസനകളെ ക്ഷയിപ്പിക്കുന്നു. വാസനകൾ കുറഞ്ഞ മനസ്സ് ക്രമേണ ജ്ഞാനാവസ്ഥയിലേക്ക് എത്തുകയും സത്യജ്ഞാനാനന്ദാദ്വയാമൃതമായിരിക്കുന്ന ചൈതന്യത്തെ അനുഭവിച്ച് ബോധ്യപ്പെടാനും നമുക്ക് കഴിയുന്നു. ഈ ലക്ഷ്യത്തിലേക്ക് പാർത്ഥനെ നയിക്കാൻ ബ്രഹ്മമുഖത്തു നിന്നും ഉത്ഭവിച്ച വിവിധ കർമ്മയജ്ഞാനുഷ്ഠാനങ്ങളെയാണല്ലോ ഭഗവാൻ ഉപദേശിച്ചത്. കർമ്മം ബ്രഹ്മത്തിൽ നിന്നും ഉത്ഭവിച്ചതാണെന്നും ബ്രഹ്മം യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണെന്നും കർമ്മയോഗത്തിലെ 15-ാം ശ്ലോകത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ. ബ്രഹ്മമുഖത്തിൽ നിന്നുത്ഭവിച്ച കർമ്മയജ്ഞാനുഷ്ഠാനം പിന്തുടർന്നാൽ ബ്രഹ്മത്തിൽ തന്നെ എത്തിച്ചേരുമല്ലോ. ഭഗവാൻ ഉപദേശിച്ച വിവിധ കർമ്മയജ്ഞങ്ങളിൽ ശ്രേഷ്ഠത്വം കൂടുതൽ ഏത് യജ്ഞത്തിനാണ്? മറ്റ് യജ്ഞകർമ്മങ്ങളെല്ലാം ഏതിലാണോ അവസാനമായി എത്തിച്ചേരുന്നത് അതാണ് ഏറ്റവും ശ്രേഷ്ഠമാർന്നത്. ജ്ഞാനപ്രാപ്തി കൈവരാത്തിടത്തോളം കാലം ബ്രഹ്മാനുഭവം അസാധ്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ജ്ഞാനം നേടുക എന്നതാണ് എല്ലാവിധ കർമ്മയജ്ഞാനുഷ്ഠാനങ്ങളുടെയും പരമമായ ലക്ഷ്യം. എന്നാൽ സ്വാധ്യായ ജ്ഞാനയജ്ഞം ഒരേ സമയം കർമ്മവും ജ്ഞാനവുമായി മാറി കർമ്മഫലത്തെ ഉളവാക്കുന്നില്ല. ദ്രവ്യയജ്ഞം തുടങ്ങിയ മറ്റു കർമാനുഷ്ഠാനങ്ങളുടെ സങ്കീർണതകളൊന്നും ജ്ഞാനയജ്ഞത്തിനില്ല. ദിനംതോറും ആത്മജ്ഞാനം വളർത്തുന്ന ശാസ്ത്രഗ്രന്ഥത്തെ ഉപാസനാപൂർവം ആശ്രയിച്ച് വായിച്ചു മനസ്സിലാക്കി സ്വജീവിതത്തിൽ അനുഷ്ഠിച്ച് ധർമ്മബോധത്തോടുകൂടി സത്യത്തെ ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുമ്പോൾ ക്രമേണ മനസ്സ് വിഷയമുക്തമായി ചിത്തശുദ്ധി ആർജിച്ച് ജ്ഞാനപ്രാപ്തിയിലേക്കെത്തും. വായനാശീലം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഭഗവത് സന്ദേശം എത്രമാത്രം സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഭഗവാൻ ഉപദേശിച്ച വൈവിധ്യമാർന്ന ഈ കർമ്മയജ്ഞാനുഷ്ഠാനങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകണമെന്നില്ലല്ലോ. തൻ്റെ ശരീര മനോബുദ്ധികൾക്കനുസരിച്ചുള്ള മാർഗം എങ്ങനെയാണ് കണ്ടെത്തുക? ആ രഹസ്യം പാർത്ഥനെ ഉപദേശിക്കുന്ന പാർത്ഥസാരഥിയെ അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ പ്രിയ മിത്രങ്ങൾക്കും നന്ദി, നമസ്കാരം. ഹരി ഓം.